കോബ്രലൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. അപ്പോൾ നേരെ വളവള നിലയ്ക്ക് സമയം കളയുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കമോൺ. ഗൈസ്, അപ്പോൾ ഞാൻ ഇരിക്കുന്നതാണ് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഏകദേശം ഫ്രണ്ട് വരുന്ന ഭാഗം. അപ്പോൾ വണ്ടിയെല്ലാം ഏകദേശം അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഒതുക്കിയതിന് ശേഷം ചെരുപ്പ് ഒരിടത്ത് ഊരി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കൊട്ടാര ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് കൊട്ടാരത്തിനകത്ത് കയറണം. ഇവിടെ എത്തിയതിനു ശേഷം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, എന്നാലേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കലാപരിപാടികൾ. ഇനി നേരെ അകത്ത് കയറി നമ്മുടെ നകുലനും നാഗവല്ലി സണ്ണിക്കുട്ടിയൊക്കെ തിമിർത്താടിയ സ്ഥലവും കണ്ട് തിരിച്ചിറങ്ങാം നമുക്ക്. അപ്പൊ നേരെ ഇവിടെ അകത്തോട്ട്. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള ഏക കെട്ടിടവും തടിയിൽ തീർത്ത ഏറ്റവും വലിയ കെട്ടിടമെന്നുള്ള ഖ്യാതിയും സ്വന്തമാക്കിയ നമ്മുടെ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. എൻട്രൻസ് ഗേറ്റ് കയറി വന്ന ഉടനെ തന്നെ കയ്യിലുള്ള ബാഗ്, ചെരുപ്പ്, ബാക്കിയുള്ള വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമേ നമുക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്ക് സമീപം ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വേളിമല കുമാരസ്വാമിയുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം പണ്ട് കൽക്കുളം കൊട്ടാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പത്മനാഭദോസന്മാരാൽ അനുഗ്രഹീതമായ നമ്മുടെ പത്മനാഭപുരം പാലസ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു മഹാത്ഭുതമായ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയിലുള്ള നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിനെയാണ് കണ്ടത്. കയറി വരുമ്പോൾ നാം ആദ്യം കാണുന്നത് കൊട്ടാരത്തിന്റെ പൂമുഖമാണ്. പൂമുഖത്തിന്റെ വലതു ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് പഴയ മാതൃകയിലുള്ള പുരാതനമായ ഒരു ക്ലോക്കും കാണാം. പൂമുഖത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നിരവധി കൽത്തൂണുകളും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത മിനുസമാർന്ന ഒരു കട്ടിലും ചൈനക്കാർ നമ്മുടെ രാജാവിന് സമ്മാനിച്ച ഒരു ചീന കസേരയും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓണവില്ലും നമ്മുടെ പൂമുഖത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. കൊത്തുപണികളാൽ നിറഞ്ഞ ഈ കൊട്ടാരം കാഴ്ചക്കാരായ നമുക്ക് നല്ലൊരു ദൃശ്യാനുഭവം കാഴ്ചവെക്കുന്നു. പൂമുഖം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് 2ാമത്തെ നിലയിലാണ്. 2ാമത്തെ നിലയിൽ എന്ന് പറയുന്നത് രാജാവ് രാജഭരണം നടത്തിയിരുന്ന രാജസദസ്സാണ്. ചൈനീസ് മാതൃകയിലാണ് ഇവിടുത്തെ രാജസദസ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. രാജസദസ്സ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കൊട്ടാരത്തിന്റെ ഊട്ടുപുരയിലേക്കാണ്. ഊട്ടുപുരയ്ക്കകത്ത് ഞാൻ കയറിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച വെളിച്ചമില്ലാതിരുന്ന ആ കാലത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിളക്കുകളാണ്.
ഒരു വശം വിളക്കുകളും മറുവശം പകൽ സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിലുമാണ് ഊട്ടുപുര ക്രമീകരിച്ചിരിക്കുന്നത്. 2 നിലകളിലായി കാണുന്ന ഊട്ടുപുര ഓരോ നിലയിലും 1000 പേർക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പാകം ചെയ്ത ആഹാരം സൂക്ഷിക്കാനുള്ള ഭരണികളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഊട്ടുപുര കഴിഞ്ഞ് നാം അടുത്തതായി കാണുന്നത് തായ് കൊട്ടാരമാണ്. തായ് കൊട്ടാരത്തിലെ പൂമുഖവും കടന്ന് അകത്തുള്ള 4 കെട്ടിലേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. 4 കെട്ടിനകത്തുള്ള കുളവും അതിനനുബന്ധിച്ചുള്ള മുറികളുമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഏകദേശം 150-160 മുറികളോളം വരും ഈ കൊട്ടാര സമുച്ചയത്തിൽ. അതിലെ ഒരു മുറിയുടെ വലിപ്പമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ കൊട്ടാര വളപ്പിലെ കെട്ടിട സമുച്ചയങ്ങളിൽ ആദ്യം വന്ന കൊട്ടാരമാണ് തായ് കൊട്ടാരം. തായ് കൊട്ടാരം എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി തെക്കേ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തായ് കൊട്ടാരവും നമ്മുടെ 4 കെട്ട്, രാജാവിൻ്റെ പള്ളി, പിന്നെ പാചകപ്പുര, ഊട്ടുപുര, തെക്കനില്, അങ്ങനെ ഇങ്ങനെ ചപ്പ് ചവറ എല്ലാം കുറേ കണ്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോയി നോക്കാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ദ്രവിലാസം എന്നൊരു കെട്ടിട സമുച്ചയമാണ്. രാജഭരണകാലത്ത് രാജാവിനെ സന്ദർശിക്കാനെത്തുന്ന വൈദേശികൾക്ക് താമസിക്കാനായി വിദേശ മാതൃകയിൽ നിർമ്മിച്ച ഒരു കെട്ടിട സമുച്ചയമാണിത്. ഇന്ദ്രവിലാസം എന്നാണ് ആ കെട്ടിട സമുച്ചയത്തിന് നൽകിയിരിക്കുന്ന പേര്. വർഷം പഴക്കമുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നാം ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിൽ കാണുന്നത്. പഴയ കാലത്തെ കുളപ്പുരയുടെ മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കുളപ്പുര കഴിഞ്ഞ് അടുത്തതായി നാം എത്തി നിൽക്കുന്നത് 20ഓളം പാചകപ്പുരകളിൽ ഒരു പാചകപ്പുരയിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ പഴയ കാലത്തായി ഉപയോഗിച്ചിരുന്ന 5 ഉരലുകളും നമുക്ക് കാണാം.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊട്ടാരത്തിലെ നൃത്ത മണ്ഡപത്തിലാണ്. ഈ കൊട്ടാരത്തിനുള്ളിലെ ക്ഷേത്രമായ സരസ്വതി ക്ഷേത്രമാണ് നാം കാണുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ കൊട്ടാര വളപ്പിനുള്ളിലെ നൃത്തമണ്ഡപം. ഈ നൃത്തമണ്ഡപത്തിൽ വെച്ചാണ് മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്തത്. അങ്ങനെ കൊട്ടാര വളപ്പിനുള്ളിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ആ കുളമ്പടി ശബ്ദം, ഇനി ഒരിക്കലും മുഴങ്ങി കേൾക്കാത്ത ആ രാജശാസനം. എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനടി അടുത്ത ലൊക്കാലിറ്റിയിൽ പോയി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുവേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഇതെല്ലാം മറക്കല്ലേ. ബൈ. അപ്പോൾ അടുത്ത നാളെ കാണാം.